ഹായ്, വെൽക്കം ടു എൻട്രിയ. അപ്പോൾ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ RBIയുടെ അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ വർഷത്തെ IBPSൻ്റെ കലണ്ടർ വന്നതും നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ബാങ്കിങ് എക്സാംസിലേക്ക് വരുമ്പോൾ. ഈ വർഷത്തെ ആദ്യത്തെ എക്സാം നമ്മുടെ 2025 RBIയുടെ അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ശരിക്കും ഇപ്പം വന്നിരിക്കുന്നതെന്ന് തന്നെ പറയാം. അപ്പോൾ അത് ആ ഒരു നോട്ടിഫിക്കേഷനും പറയുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഈ വർഷത്തെ ആദ്യത്തെ എക്സാമായിട്ട് തന്നെയാണ് നമ്മുടെ RBI അസിസ്റ്റൻ്റ് എക്സാം വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള IBPS നടത്തുന്ന എക്സാംസ് ഒക്കെ തന്നെ നമുക്കറിയാം. നമ്മുടെ ഒരു ജൂലൈ തൊട്ട് അങ്ങോട്ട് പിന്നെ നമുക്ക് നടക്കാൻ പോവുകയാണ്. നമ്മുടെ IPSൻ്റെ ക്ലർക്കായാലും PO ആയാലും IPS RRB ക്ലർക്ക് PO ആ ഒരു എക്സാംസ് ഒക്കെ തന്നെ. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും നമ്മുടെ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അസിസ്റ്റൻ്റ് ആ ഒരു ക്ലർക്കൽ പോസ്റ്റ്, ആ ഒരു അസിസ്റ്റൻ്റ് പോസ്റ്റും അതുപോലെ IBPS ക്ലർക്കിൻ്റെ പോസ്റ്റ് കൂടി നമ്മളൊരു കമ്പാരിസൺ ചെറുതായിട്ട് ഇത് തമ്മിലുള്ള ഒരു ചെറിയൊരു കമ്പാരിസൺ, ആ ഒരു എക്സാംസിനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി, രണ്ട് എക്സാമിനെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെഷൻ്റെ അകത്ത്. അപ്പോൾ നമ്മുടെ RBI അസിസ്റ്റൻറ്റ് വേഴ്സസ് IBPS ക്ലർക്ക്, നമ്മുടെ ഈ രണ്ടിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ ഒരു വലിയ ക്വസ്റ്റിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു ആൻസർ എന്താണെന്ന്. പക്ഷേ നമുക്ക് ഈ രണ്ടിനെയും കൂടി ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ കുറച്ചുകൂടി ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം രണ്ടും നമ്മുടെ ഈ പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും ബാങ്കിങ് സെക്ടറിലേക്ക് വരുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ജോബ് റോളാണ്. നമ്മുടെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കുള്ള അസിസ്റ്റൻ്റ് പോസ്റ്റ് എന്ന് പറയുമ്പം അതിൻ്റെതായിട്ടുള്ള ഒരു പ്രസ്റ്റീജിയസ് പോസ്റ്റാണ് അതെന്ന് പറയുന്നത്. പക്ഷേ അതേ സെയിം ടൈം IBPS ക്ലർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം IBPS നടത്തുന്ന നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്ക്സിലേക്കുള്ള ക്ലർക്കൽ പോസ്റ്റാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്ക്സ് ഉണ്ട്. അതിൽ പല സ്ഥലത്തേക്കുള്ള ഈ ഒരു ബാങ്കിലേക്കൊക്കെ ഉള്ള പല സ്ഥലത്തേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് നമുക്ക് ഈ പറഞ്ഞ IBPS എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും കൂടി നമുക്കൊരു ചെറിയ കമ്പാരിസൺ പോലെ നമുക്കൊന്ന് കൊണ്ടുപോകാൻ രണ്ടിൻ്റെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി. അപ്പോൾ നമുക്കറിയാം രണ്ടും വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ബാങ്കിങ് കരിയേഴ്സ് ആണ്. RBI അസിസ്റ്റൻ്റ് ആയാലും ശരി, IBPS അണ്ടറിൽ വരുന്ന എക്സാം ആയാലും ശരി. ഇപ്പോൾ RBI അസിസ്റ്റൻ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ക്ലർക്കൽ പൊസിഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ സെൻട്രൽ ബാങ്കിങ് അതോറിറ്റിൻ്റെ അണ്ടറിൽ നിങ്ങൾക്കറിയാം RBI എന്ന് പറഞ്ഞാൽ ബാങ്കുകളുടെ ബാങ്കാണ് RBI എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സെൻട്രൽ ബാങ്കിങ് അതോറിറ്റിൻ്റെ അണ്ടറിൽ വരുന്ന നമ്മുടെ ഈ പറയുന്ന സെൻട്രൽ ബാങ്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന എക്സാമാണ്, ബാങ്കിൻ്റെ എക്സാമാണ് RBI അസിസ്റ്റൻ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മെയിനായിട്ട് നിങ്ങൾക്കറിയാം അവിടെ മോണിറ്ററി പോളിസിയുടെ ഡിസ്കഷൻ, മോണിറ്ററി പോളിസിയുടെ ഫ്രെയിം വർക്കും അതുപോലെ കറൻസി മാനേജ്മെൻറ്റും ഒക്കെയാണ് നമുക്ക് അവിടെ മെയിനായിട്ട് നടക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ നിങ്ങൾക്കറിയാം നമ്മുടെ അതേ സംഭവം IBPS ക്ലർക്കിലേക്കാണ് വരുന്നത്. കൂടുതലും നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കിലേക്കുള്ള ക്ലർക്കൽ പോസ്റ്റാണ്. അവിടെ കുറച്ചുകൂടി നമ്മുടെ കസ്റ്റമർ ഇൻട്രാക്ഷൻ ആണ് കൂടുതലും അവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റും. അപ്പോൾ ഒരു ഡൈവേഴ്സ് ബാങ്കിങ് എൻവയോൺമെന്റ്, അതും നമ്മുടെ നാഷണൽ വൈഡ് എവിടെ വേണമെങ്കിലും നമുക്ക് ആ ഒരു പോസ്റ്റും വരാം. പക്ഷേ ക്ലർക്കാകുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും പോസ്റ്റും വരുന്നത്. പക്ഷേ PO ആണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോസ്റ്റും വരാം. കൂടുതൽ നമ്മുടെ സ്റ്റേറ്റിനകത്ത് കിട്ടാനുള്ള ചാൻസസും കുറവാണ്, സ്റ്റേറ്റിൻ്റെ പുറത്തേക്ക് കിട്ടാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. അപ്പോൾ അങ്ങനൊരു എന്താ പറയുക, നമ്മുടെ ആ ഒരു സെൻട്രലൈസ്ഡ് ബാങ്കിങ് തന്നെ, പക്ഷേ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് വരുന്ന ഒരുപാട് നാഷണലൈസ്ഡ് ബാങ്കിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് നമ്മുടെ ഈ ഒരു IBPS നടത്തുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ രണ്ടും ഓഫർ ചെയ്യുന്ന വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് ജോബാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. എക്സലൻറ്റ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്, പെൻഷൻ ബെനിഫിറ്റ്സ് ഉണ്ട്, അതുപോലെ ജോബ് സെക്യൂരിറ്റി വരുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ആ ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജോബ് റോളിൽ വരുന്നൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ശരിക്കും ഇതിൻ്റെ അകത്ത് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ സാലറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ ഒരു സാലറി എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങളിൽ വരുന്ന ഡിഫറൻസ്, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സെഷനകത്ത് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു ജോലി എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സാലറി തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ സാലറിയിലേക്ക് വരുമ്പോൾ നമ്മുടെ RBI അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോഴത്തേന്ന് നമുക്ക് അവിടുത്തെ ഒരു സാലറി നമുക്ക് നേരത്തേക്ക് 48,500 rupees ആയിരുന്നു സാലറി എങ്കിൽ ഈ വട്ടത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നമ്മുടെ അതിൻ്റെ സാലറി ഏകദേശം വരുന്നത് ഒരു നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തേക്കുന്ന അനുസരിച്ചാണെങ്കിൽ അറൗണ്ട് ഒരു 58,000 ആണ്. നമുക്ക് 50,000 പ്ലസ് ആണ് അവിടെ വരുന്നത്, അലവൻസുകളാണ് നമുക്ക് കൂടുതലും അവിടെ വരുന്നത്. ഇപ്പോൾ അറൗണ്ട് ഒരു 58,000 ആണ് അതിൻ്റെ ഒരു സാലറി വരുന്നത്. 50,000 മുകളിലാണ് അതിൻ്റെ സാലറി വരുന്നത്. ഡെഫിനറ്റ്ലി സിറ്റീസിൻ്റെ മേളിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് സാലറിയിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉറപ്പായിട്ടും വരും. ബട്ട് അറൗണ്ട് ഒരു 58,000 സാലറിയാണ് നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നമുക്കവിടെ പറയുന്നത്. പക്ഷേ അതേ സ്ഥലത്ത് നമ്മുടെ IBPS ക്ലർക്കിലേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ ഒരു സാലറി എന്ന് പറയുന്നത് ഏകദേശം ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഇൻഹാൻസ് സാലറി എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 38,000 to 45,000 ഇടയ്ക്കായിട്ട് വരും. അഗെയിൻ ഡെഫിനറ്റ്ലി സിറ്റീസും ഏത് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നതും അങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ അറൗണ്ട് ഒരു 40,000 എന്ന് പറയാം. അപ്പോൾ അവിടെ തന്നെ ആ ഒരു വേരിയേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ IBPS ക്ലർക്ക് എന്ന് പറയുമ്പോൾ 40,000 ആണ് നമ്മുടെ സാലറി എന്ന് പറയുന്നെങ്കിൽ അതേ സംഭവം നമ്മുടെ ഒരു RBI അസിസ്റ്റന്റിലേക്ക് വരുമ്പം അത് അറൗണ്ട് 60,000 വളരെ അടുത്തായിട്ടാണ് വരുന്നതെന്ന് തന്നെ പറയാം.
ഒരു 58,000 ആ റേഞ്ചിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു ഏകദേശം നല്ലൊരു എമൗണ്ട് വ്യത്യാസം, ഒരു 15,000 to 20,000 എമൗണ്ടിൻ്റെ വ്യത്യാസമാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ആ ഒരു വേരിയേഷൻ നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റും സാലറി കമ്പയർ ചെയ്യുമ്പോൾ തന്നെ. ഇനി അടുത്തത് നമ്മുടെ ഈ പറഞ്ഞ പോലെ എക്സാം സ്ട്രക്ചറും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ എക്സാം സ്ട്രക്ചർ തന്നെയാണ് അവിടെ വരുന്നത്. ഇപ്പം നമ്മുടെ കോമൺ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 2 ടയർ എക്സാം ആണ് നടക്കുന്നത്. ആദ്യം ഒരു പ്രിലിംസ് എക്സാം കാണും, മെയിൻസ് എക്സാം കാണും. രണ്ടിനെയും സിലബസിൽ അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. രണ്ടിനെയും സിലബസ് ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം തന്നെയാണ് എന്ന് തന്നെ പറയാം. Tier 1 എക്സാം അല്ലെങ്കിൽ Phase 1 എക്സാം, പ്രിലിംസ് എക്സാമും രണ്ടിനെയും പാറ്റേണും കാര്യങ്ങളും ഒക്കെ തന്നെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അവിടെ വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. മെയിൻസ് വരുമ്പോൾ മാത്രമാണ് ക്വസ്റ്റിൻ്റെ അഗെയിൻ സിലബസ് ഒക്കെ സെയിം ആണ്. ക്വസ്റ്റ്യൻസിൻ്റെ കൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത്, മാർക്കിംഗ് സ്കീമിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത്, അല്ലെങ്കിൽ എക്സാം പാറ്റേണിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് മെയിൻസ് വരുമ്പോഴാണ്. പക്ഷേ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ലൈക്ക് ആ ഒരു എക്സാം നടത്തുന്ന രീതികൾ, സിലബസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. പിന്നെ അഗെയിൻ രണ്ടിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് നമ്മുടെ ഈ പറഞ്ഞ ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് LPT, അത് രണ്ടിനും കോമൺ ആണ്. രണ്ടിനും ഈ പറഞ്ഞ പോലെ തന്നെ സെയിം ആയിട്ട് തന്നെ വരുന്നൊരു കാര്യമാണ്. നമുക്ക് ഈ പറഞ്ഞ RBSൻ്റെ ആയാലും ശരി, IBPS ക്ലർക്കാണെങ്കിലും ശരി, നമ്മൾ കൂടുതലും ആ ഒരു നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിൽ തന്നെ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് കേസിൽ. ഇനി അതിൻ്റെ ഓഫീസർ സ്കെയിലേക്ക് വന്നാൽ രണ്ടിനും എന്ത് വരുന്നുണ്ട്, ഇൻ്റർവ്യൂ വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി അവിടെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അവിടെ ഇൻക്ലൂഡ് ആയിരിക്കും. നമുക്ക് അതിൻ്റെ ഓഫീസർ സ്കെയിൽ വരുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ ഒരു എന്താ പറയുക അസിസ്റ്റന്റ് അല്ലെങ്കിൽ ക്ലർക്കൽ പോസ്റ്റ് കമ്പയർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇൻ കേസ് ഒരു ഓഫീസർ സ്കെയിൽ IBPS POയും RBI ഗ്രേഡ് Bയും വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെയും വലിയ വ്യത്യാസങ്ങളുണ്ട്. അവിടെ നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു എക്സാം ഫേസ് ഒക്കെ സെയിം ആണെങ്കിലും അവിടെ നമുക്ക് ഇൻ്റർവ്യൂ കൂടി അഡീഷണൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന രണ്ടിൻ്റെ എക്സാം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിലിംസ് എക്സാമിലേക്ക് വന്ന രണ്ടിലും ചോദിക്കുന്ന ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് ആൻഡ് 60 മിനിറ്റിൻ്റെ എക്സാമാണ് അവിടെയും നടക്കുന്നത്. രണ്ടിനും എന്തുണ്ട്, സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്, മാർക്ക് സെയിം ആണ്, നെഗറ്റീവ് സെയിം ആണ്, ഒരേപോലത്തെ നെഗറ്റീവ് ആണ് വരുന്നത്, ഒരേപോലത്തെ മാർക്കാണ് കിട്ടുന്നത്, ഓവറോൾ സ്കോർ സെയിം ആണ്, ടൈം സെയിം ആണ്. സോ എല്ലാ കാര്യങ്ങളും എന്താണ്, സിമിലർ തന്നെയാണ് എന്നാണ് നമുക്ക് പറയാം. ഇനി ചെറിയൊരു വ്യത്യാസം അവിടെ വരുന്നത് ഡെഫിനറ്റ്ലി എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് എന്ന് തന്നെ പറയാം. അവിടെയും വലിയൊരു വ്യത്യാസം നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ പോലും ഈ പറയുന്ന പോലെ RBSൻ്റെ ക്വസ്റ്റൻസ് ആകുമ്പോൾ അത് കുറച്ചുകൂടി ബെറ്റർ ക്വസ്റ്റൻസ് ആണ് അവിടെ ചോദിക്കുന്നത് എന്ന് രണ്ടുകൂടി കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി ബെറ്റർ ക്വസ്റ്റൻസ് ആണ് RBSൻ്റെ എക്സാമിന് ചോദിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ജനറലി ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് IBPS ക്ലർക്കിൻ്റെ എക്സാംസിൻ്റെ ക്വസ്റ്റൻസ് വെച്ച് കമ്പയർ ചെയ്യും. പക്ഷേ എഗെയിൻ ഈ പറഞ്ഞ പോലെ വലിയൊരു വ്യത്യാസം തന്നെ ഇല്ല, വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഓൾമോസ്റ്റ് സിമിലർ ടൈപ്പ് ഓഫ് ഡിഫിക്കൽട്ടി ഒക്കെ തന്നെയാണ് വരുന്നത്. ഒരു പൊടിക്ക് ഇച്ചിരി ടഫ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ RBSൻ്റെ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി കട്ട് ഓഫിലേക്ക് വരുമ്പോൾ അത് നമുക്ക് എക്സാക്ട് നമ്പേഴ്സ് വെച്ച് തന്നെ ഡിസ്കസ് ചെയ്യാം. കട്ട് ഓഫിലേക്ക് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. RBSൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടുതലായിരിക്കും നമുക്ക് കമ്പയർ ടു IBPS ക്ലർക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഡെഫിനറ്റ്ലി RBSൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മുക്കിനും മൂലിനും ഉള്ള ഒരു ബാങ്ക് അല്ല നമ്മുടെ ഈ പറയുന്ന RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. എല്ലാ സ്റ്റേറ്റിൻ്റെയും ക്യാപിറ്റലിലോ സബ് ക്യാപിറ്റലിലോ മാത്രം വരുന്ന ഒരു ബാങ്കാണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ അതേ സ്ഥലത്ത് IBPS അങ്ങനെയല്ല. നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്ക്സ് മൊത്തം വരുന്നുണ്ട്. ആ ബാങ്ക്സ് എല്ലാം തന്നെ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ജംഗ്ഷനിലും ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ഒക്കെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ബാങ്ക് വരുന്നുണ്ട്, അത്രയും കൂടുതൽ വേക്കൻസീസ് വരുന്നുണ്ട്. ഇപ്പം വേക്കൻസി ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വേക്കൻസി ഉറപ്പായിട്ട് IBPS ക്ലർക്കിൻ്റെ വേക്കൻസി വളരെ കൂടുതലായിരിക്കും കമ്പയർ ടു നമ്മുടെ RBSൻ്റെ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു 600 വേക്കൻസിക്കോ ഇപ്പോൾ ഈ വട്ടത്തെ നോട്ടിഫിക്കേഷൻ 650 വേക്കൻസിക്കാണ് വിളിച്ചിരിക്കുന്നത്. അതും ഓരോ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ പിന്നെയും വേക്കൻസി എന്തായിരിക്കും, വല്ല 4, 5, 10, 20, 30, 40 വേക്കൻസിയൊക്കെ ഓരോ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ പോലും കാണത്തുള്ളൂ. പക്ഷേ RBI IPS ക്ലർക്കിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് വേക്കൻസി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 6,000 to 8,000 വേക്കൻസി ഉണ്ടായിരിക്കും. ഇവിടെ 650 ആണെങ്കിൽ അവിടെ 8,000-ഓളം വേക്കൻസീസ് ഉണ്ടായിരിക്കും. നമുക്ക് ഓരോ സ്റ്റേറ്റിലും 200, 300 വെച്ചെങ്കിലും ഏറ്റവും കുറഞ്ഞ അത്രയെങ്കിലും എന്ത് കാണും നമുക്ക് ഈ പറഞ്ഞ പോലെ വേക്കൻസീസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ കമ്പനിയിൽ വേക്കൻസീസ് കൂടുതലായിരിക്കും. കട്ട് ഓഫിലേക്ക് വരുമ്പോഴും നമുക്കറിയാം ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ കുറച്ച് വേക്കൻസിക്കാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് അവിടെ RBSന് കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പോൾ ക്വസ്റ്റിൻ്റെ ഡിഫിക്കൽട്ടി ലെവലും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ പറയുന്ന വേക്കൻസി അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ പറഞ്ഞ വേക്കൻസീസ് കൂടുതലും ഓഫർ ചെയ്യുന്ന ആരാണ്, IPS ക്ലർക്കാണ് കൂടുതൽ വേക്കൻസി ഓഫർ ചെയ്യുന്നത്. കൂടുതൽ സ്റ്റേറ്റുകളിൽ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് അവിടെ കിട്ടുന്നത്. നമുക്ക് വേറെ സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ എഴുതാം, പക്ഷേ LPT ക്ലിയർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി എക്സാംസിൻ്റെ രണ്ടിൻ്റെയും സെക്ഷണൽ കാര്യങ്ങളായാലും കട്ട് ഓഫ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ഒരു ചെറിയ വേരിയേഷൻസ് അവിടെ ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. ഫൈനൽ സെലക്ഷനിലേക്ക് വരുമ്പോൾ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ വേക്കൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ ക്രൂഷ്യലാണ് നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ. ഇനി നേരത്തെ സാലറിയുടെ ഒരു വ്യത്യാസം പറഞ്ഞ പോലെ തന്നെ വലിയൊരു വ്യത്യാസം പിന്നെയും കാണാൻ പറ്റുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജോബ് പ്രൊഫൈൽ ആൻഡ് വർക്ക് കൾച്ചറിലാണ് വലിയൊരു ഡിഫറൻസ് കാണാൻ പറ്റുന്നത്. നമ്മുടെ ജോബ് പ്രൊഫൈൽ ആൻഡ് വർക്ക് കൾച്ചറിലേക്ക് വന്നാൽ നിങ്ങൾക്കറിയാം RBS എന്ന് പറയുമ്പോൾ അവിടെ ഒരു മെയിൻ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് അങ്ങനെ വലുതായിട്ട് വരുന്നില്ല. അവിടെ മെയിൻ റോൾ എന്ന് പറയുന്നത് എന്താണ്, കറൻസി മാനേജ് ചെയ്യുക, കറൻസിയുടെ എന്താ പറയുക ഡിസ്ട്രിബ്യൂഷൻ്റെ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുക, അതുപോലെ ഡാറ്റ എൻട്രിയും മെയിൻ്റനൻസും ഫയൽ പ്രോസസ് ചെയ്യുക, RTI ഇൻഫോർമേഷൻസ് ആ ഒരു കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക അതിനെ പ്രോപ്പർലി, അതുപോലെ ഗവൺമെൻറ് ട്രഷറി വർക്കുകൾ
ബാക്ക് ഓഫീസ് ഓപ്പറേഷൻസ്, ഈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ RBI അസിസ്റ്റന്റ് കേസിലേക്ക് വരുമ്പോൾ വരുന്ന ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. പക്ഷേ IBPS ക്ലർക്ക് നമുക്ക് അറിയാം, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഫ്രണ്ട് ഡെസ്ക് ജോബാണ്. നമുക്ക് ക്യാഷ് ഹാൻഡിൽ ചെയ്യണം, അതേപോലെ ട്രാൻസാക്ഷൻസ് ഹാൻഡിൽ ചെയ്യണം, അക്കൗണ്ട് ഓപ്പണിങ്, KYC വെരിഫിക്കേഷൻ, ലോൺ പ്രോസസ്സിങ്, കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഡെയിലി കസ്റ്റമറായിട്ടുള്ള ഇൻട്രാക്ഷൻസ് വളരെ കൂടുതലായിരിക്കും ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കസ്റ്റമറായിട്ടുള്ള ഫസ്റ്റ് ഇൻട്രാക്ഷൻ വരുന്നതന്നെ അവരാണ് ഫസ്റ്റ് ഒരു ഇൻട്രാക്ഷൻ വരുന്നതന്നെ ഒരു കസ്റ്റമർ ബാങ്കിലേക്ക് കയറി വരുമ്പോൾ. അപ്പോൾ നമുക്ക് അവിടേക്ക് വരുമ്പോൾ RBI അസിസ്റ്റന്റ് ആണെങ്കിൽ കൂടുതലും ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സെൻട്രൽ ബാങ്ക് എൻവയോൺമെന്റ് ആണ് കിട്ടുന്നത്. ലെസ് കസ്റ്റമർ ഫേസിംഗ് പ്രഷർ, അങ്ങനെയുള്ള കാര്യങ്ങളും കസ്റ്റമർ ഫേസിംഗ് പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ അതേ സ്ഥലത്ത് IBPS ക്ലർക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ഡൈനാമിക് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. വേരിയസ് റോളിലേക്ക് ഉള്ള കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഡൈവേഴ്സ് ബാങ്കിങ് ലൊക്കേഷൻസിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അവിടെ വരുന്നത്. ഇപ്പം RBI അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്ക് ജോലി കിട്ടുവാണെങ്കിൽ നമ്മൾ മിക്കവാറും ഒരു സ്റ്റേറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഓഫീസിൽ തന്നെ ആയിരിക്കും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ ഒരു ജോബ് ആ ഒരു റോളിൽ ഇരിക്കുന്ന സമയത്ത്. പക്ഷേ അതേ സ്ഥലത്ത് ഒരു IPS ക്ലർക്കായിട്ട് കിട്ടുന്ന ഒരാളാണെങ്കിൽ ആൾക്ക് ഇപ്പോൾ ഒരു ലൊക്കേഷനിൽ കിട്ടിക്കഴിഞ്ഞാലും 3 വർഷം കഴിയുമ്പോൾ വേറൊരു ലൊക്കേഷനിലേക്ക് മാറും. അവർ അതേ സ്റ്റേറ്റിൽ തന്നെയാണെങ്കിൽ പോലും പല ലൊക്കേഷനിലായിട്ടായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. RBI അസിസ്റ്റന്റിനെ പോലെ ഒരേ ലൊക്കേഷനിൽ നിന്നായിരിക്കത്തില്ല വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഡൈവേഴ്സ് ഒരു ഇത് നമ്മുടെ IPS ക്ലർക്കിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്കവിടെ വരുന്നുണ്ട്. ഇനി ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയും അങ്ങനെയുള്ള പ്രൊമോഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഡെഫിനറ്റ്ലി RBI അസിസ്റ്റന്റിന് കുറച്ചുകൂടി അത് കൂടുതലാണ് എന്ന് നമുക്ക് തന്നെ പറയാം. എന്താ മൾട്ടിപ്പിൾ അഡ്വാൻസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരു RBI അസിസ്റ്റന്റിന്റെ കേസിൽ വരുന്നത്. ഡിപ്പാർട്ട്മെന്റൽ എക്സാംസ് ഉണ്ട്, വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രൊമോഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്താ പറയുക വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും സ്ട്രക്ചേർഡ് ആയിട്ടുമാണ് അത് നടക്കുന്നത്. അപ്പോൾ സാലറി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, വളരെ കൂടുതലാണ് സാലറി എന്ന് പറയുന്നത്. പക്ഷേ അതേ സ്ഥലത്ത് IPS ക്ലർക്കിലേക്ക് വന്നാൽ ഡെഫിനറ്റ്ലി അവിടെ നമ്മുടെ എല്ലാ വർഷവും നമ്മുടെ സാലറിയിൽ ഒരു ഇൻക്രീസ് വരുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പ്രൊമോഷനും ഇന്റേണൽ കോമ്പറ്റീഷനും എക്സാംസും ഒക്കെ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ എന്താ പറയുക റോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ ഈ പറഞ്ഞ RBI അസിസ്റ്റന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളതും വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കരിയർ എന്താ പറയുക ഗ്രോത്ത് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അതുപോലെ സെൻട്രൽ ബാങ്ക് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണം എന്നൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് RBI അസിസ്റ്റന്റ് ചൂസ് ചെയ്യാം. പക്ഷേ അതേ സ്ഥലത്ത് കുറച്ചുകൂടി പബ്ലിക് ഇൻട്രാക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാതെ ഡൈവേഴ്സ് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ വർക്ക് ചെയ്യണം, ഡിഫറെൻറ്റ് പബ്ലിക് സെക്ടർ ബാങ്ക്സിൽ വർക്ക് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി IPS ക്ലർക്കാണ് അവിടെ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കട്ട് ഓഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി എക്സാക്ട് നമ്പേഴ്സ് വെച്ച് നോക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ RBIയുടെ ഒരു അസിസ്റ്റന്റിന്റെ കട്ട് ഓഫിലേക്ക് വന്ന പ്രിലിംസ് ലെവലിലേക്ക് വരുമ്പോൾ ഞാനൊരു കഴിഞ്ഞ 5 വർഷത്തെ ഡാറ്റ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു കട്ട് ഓഫ് റേഞ്ച് ചെയ്യുന്നത് യൂഷ്വലി എപ്പോഴും 90യുടെ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. പക്ഷേ ഒരു കഴിഞ്ഞ 5 വർഷത്തെ ഒരു കട്ട് ഓഫ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു 85 to 95 ഇടയ്ക്കാണ് ആ കട്ട് ഓഫ്സ് എല്ലാം തന്നെ വന്നിട്ടുള്ളത്. മോസ്റ്റ് ഓഫ് ദം 90 എബവ് ആയിരുന്നു. പക്ഷേ അതേ സ്ഥലത്ത് നിങ്ങൾക്കറിയാം IBPS ക്ലർക്കിലേക്ക് വരുന്ന കഴിഞ്ഞാൽ അങ്ങനല്ല. നമുക്കത് കട്ട് ഓഫ് 68 തൊട്ട് 92 ആ ഒരു റേഞ്ചിലാണ് നമുക്കത് വരുന്നത്. അത് വളരെ വലിയൊരു റേഞ്ചാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ചില വളരെ കുറവായിരിക്കും, ചില നല്ല കൂടുതലായിരിക്കും. ഈ ഒരു റേഞ്ചിൽ ലൈക്ക് ഭയങ്കര വേരിങ് ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാം. പക്ഷേ സെയിം ടൈം നമ്മുടെ ഈ പറഞ്ഞ LPT വരുമ്പോഴത്തേന്ന് രണ്ട് എക്സാമിൽ LPT ക്ലിയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കട്ട് ഓഫിലേക്ക് വരുമ്പോൾ നമ്മുടെ RBI അസിസ്റ്റന്റ് കട്ട് ഓഫ് എപ്പോഴും എന്ത് ചെയ്യുകയാണ് നമ്മുടെ IPS ക്ലർക്കിനേക്കാളും കുറച്ചുകൂടി കൂടിയാണ് നിൽക്കുന്നത്. അതിൻ്റെ ആ ഒരു റേഞ്ചിൽ ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ 90 അബവ് എന്ന് പറയുന്ന റേഞ്ചിലാണ് കൂടുതലും നമുക്ക് നിൽക്കുന്നത്. സോ അറ്റ് ലാസ്റ്റ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 എക്സാം കൂടി നമ്മളൊന്ന് ചൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ 2 എക്സാം കൂടി നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം RBI അസിസ്റ്റന്റ് ഓഫർ ചെയ്യുന്നത് ഒരു സെൻട്രൽ ബാങ്കിങ് എൻവയോൺമെന്റ്, ലോങ് ടേം ഒരുപാട് ബെനിഫിറ്റ്സ്, അതുപോലെ നല്ല സാലറി, അതുപോലെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രൊമോഷൻസും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസും വളരെ പ്രസ്റ്റീജ് ആയിട്ടുള്ള ഒരു ബാങ്കിങ് എക്സ്പീരിയൻസ്, കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യേണ്ട അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഓഫർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ IPS ക്ലർക്ക് ഓഫർ ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം നാഷണൽ വൈഡ് ഉള്ള വേരിയസ് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്ക്സിൽ വർക്ക് ചെയ്യുക, വളരെ എന്താ പറയുക കസ്റ്റമേഴ്സിനെ ഇൻട്രാക്ട് ചെയ്യുക, കസ്റ്റമറായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളതും വളരെ വേരിങ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ജോബ് റോളുകളാണ് നമുക്ക് ആ ഒരു IPS ക്ലർക്കിൻ്റെ അണ്ടറിൽ നമുക്ക് ബാങ്കിൽ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസിലേക്ക് ഇനി വരുവാണെങ്കിൽ 2 എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണെങ്കിൽ പോലും അത് നേരത്തെ തന്നെ ചെയ്തു തുടങ്ങണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RBI അസിസ്റ്റന്റാണെങ്കിൽ കുറച്ചുകൂടി കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും അവിടെ. അപ്പം വേക്കൻസീസ് കുറവായിരിക്കും. സോ ഡെഫിനറ്റ്ലി കോമ്പറ്റീഷൻസ് കൂടുതലായിരിക്കും. പിന്നെ ഏത് എക്സാം ആണെങ്കിലും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു 3 to 4 months സ്റ്റഡി, ഒരു പ്രോപ്പർ എന്താ പറയുക ഒരു പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ എക്സാംസ് ക്ലിയർ ചെയ്യണമെങ്കിൽ. അതിലും RBI അസിസ്റ്റന്റ് ആണെങ്കിൽ കുറച്ചധികം ജസ്റ്റ് സിലബസ് കവർ ചെയ്താൽ മാത്രം പോരാ, കുറച്ചധികം പ്രാക്ടീസ്, വളരെ നല്ലൊരു പ്രാക്ടീസ് പീരീഡ് കൂടി നിങ്ങൾ അതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കട്ട് ഓഫ് ഒക്കെ ആ റേഞ്ചിൽ അബവ് 90 എവിടെ നിന്ന് മോക്ക് ചെയ്താലും എങ്ങനെ മോക്ക് ചെയ്താലും നിങ്ങൾക്ക് ഈ പറഞ്ഞ എപ്പം ചെയ്താലും കിട്ടുന്ന രീതിയിലേക്ക് ഒരു അഡ്വാൻസ് പ്രാക്ടീസ് കൂടി RBI അസിസ്റ്റന്റ് എക്സാമിന് ആവശ്യമുണ്ട്. പക്ഷേ IPS ക്ലർക്ക് ആണെങ്കിൽ ഡെഫിനറ്റ്ലി
സിലബസ് കവർ ചെയ്ത് ഒരു അത്യാവശ്യം ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വലിയൊരു കുഴപ്പമായിരിക്കില്ല. പിന്നെ മെയിൻസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഷാർപ്പ് അസിസ്റ്റന്റ് ആണെങ്കിൽ ഈവൻ പ്രിലിംസ് ക്ലിയർ ആണെങ്കിൽ ചെയ്യണം പോലും നിങ്ങൾക്ക് അത്യാവശ്യം സെയിം സിലബസ് ആണ് രണ്ടിനും വരുന്നത്. പക്ഷേ കുറച്ചുകൂടി എന്താ പറയുക എഫോർട്ട് കൂടുതൽ നിങ്ങൾ എവിടെ ഇടേണ്ടി വരും, RBSന് ഇടേണ്ടി വരും. അപ്പം നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ആക്റ്റീവ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. അടുത്ത വർഷം വരായിരിക്കുന്ന RBSൻ്റെ എക്സാമോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നവരാണെങ്കിലും നമുക്കിവിടെ ബാച്ചസ് ഉണ്ട്. അപ്പം ഈ ഒരു RBI ഗ്രേഡ് ബിക്കായാലും നമ്മുടെ ഇതിൻ്റെ ഓഫീസർ സ്കെയിലിനായാലും ബാച്ചസ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലർക്കൽ പോസ്റ്റുകൾക്കും ബാച്ചസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ 7736122215 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് വളരെ നല്ലപോലെ ചെയ്തു തുടങ്ങാൻ പറ്റും. അപ്പം ബാങ്ക് എക്സാംസിന് വേണ്ടി അതിപ്പോൾ IUPS അല്ലെങ്കിൽ RBI മാത്രമല്ല SBI ആയാലും IPS RRB ആയാലും ഈ റീജിയണൽ റൂറൽ ബാങ്ക് ആയാലും ഇതിനൊക്കെ വേണ്ടിയുള്ള ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കി ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് ആണ് അവിടെ വരുന്നത്. ഇപ്പോൾ ലൈവ് റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ വരുന്നുണ്ട്. ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഉണ്ട്. അതിന് എന്താ പറയുക മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ക്വിസുകൾ, മോക്ക് ടെസ്റ്റുകൾ, ബുക്കുകൾ, മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, ടോപ്പിക് ഡിസ്കഷൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് ഇപ്പോഴത്തെ സമയത്ത് നിങ്ങൾക്ക് 2 ഇയർ വാലിഡിറ്റി കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ 1 ഇയർ കൊണ്ട് ജസ്റ്റ് ആ ഒരു യൂഷ്വലി ഓൺലൈൻ ബാച്ചസ് ഒക്കെ നമുക്കറിയാം 1 ഇയർ വാലിഡിറ്റി ആണ് വരുന്നത്. ഇവിടെ 2 ഇയർ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക 1-2 ഇയർ സമയം എടുത്ത് നല്ലപോലെ പ്രിപ്പയർ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് RBSൻ്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനലുണ്ട്. നിങ്ങൾ ചാനലിൽ നോക്കി നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക്